നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ജീവിതം ഇപ്പോൾ തന്നെ നിങ്ങളുടേതാണെന്ന് ഈ നിമിഷം നിങ്ങളെ ആരെങ്കിലും വിശ്വസിപ്പിച്ചാൽ നിങ്ങൾ അതേ രീതിയിൽ ജീവിച്ചു തുടങ്ങുമോ, അതോ എന്തെങ്കിലും തെളിവിനായി കാത്തിരിക്കുമോ? സത്യം പറയൂ. അതെ, നിങ്ങളിപ്പോൾ അത് ആയിക്കഴിഞ്ഞു എന്ന് ലോകം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ? ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇവിടെയാണ് നിങ്ങളുടെ മുഴുവൻ കഥയും അവസാനിക്കുന്നത്. കാരണം ഈ ലോകത്ത് കാണുന്നത് ആദ്യമുണ്ടാകുന്നതല്ല, ആദ്യമുണ്ടാകുന്നതാണ് പിന്നീട് കാണുന്നത്. നിങ്ങൾ പുറത്ത് തെളിവുകൾ അന്വേഷിക്കുന്നു, എന്നാൽ പ്രപഞ്ചം ഉള്ളിലെ അവസ്ഥയാണ് നോക്കുന്നത്. പണം വരുമ്പോൾ ഞാൻ സന്തോഷവാനാകും എന്ന് നിങ്ങൾ പറയുന്നു. വിജയം ലഭിക്കുമ്പോൾ എനിക്ക് ആത്മവിശ്വാസമുണ്ടാകും. എന്നാൽ പ്രപഞ്ചം പറയുന്നു, നിങ്ങൾ എപ്പോഴാണോ സന്തോഷവാനാകുന്നത് അപ്പോൾ മാത്രമേ പണം വരൂ. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ജീവിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ വിജയം നിങ്ങളിലേക്ക് ഓടിയെത്തുകയുള്ളൂ. ഇനി ഒന്നു നിൽക്കൂ, ഇതൊന്ന് അനുഭവിച്ചറിയൂ. നിങ്ങൾ ഇന്നുവരെ കളിച്ചിരുന്നത് നേരെ വിപരീതമായൊരു കളിയായിരുന്നു. ആദ്യം ഫലം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, എന്നിട്ട് ആ ഫലത്തിൻ്റേതുപോലെ അനുഭവിക്കാമെന്നും. എന്നാൽ പ്രപഞ്ചത്തിന്റെ നിയമം ലളിതമാണ്. ആദ്യം നിങ്ങൾ അതാകുക, അപ്പോൾ അത് നിങ്ങളിലേക്ക് വരും. ഇതാണ് ഈ മുഴുവൻ രഹസ്യത്തിന്റെയും അടിസ്ഥാനം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് യാതൊരു തെളിവുമില്ലാതെ അതിൽ ജീവിച്ചു തുടങ്ങുക. കാരണം തെളിവുകൾ ഒരിക്കലും ആദ്യം വരില്ല. തെളിവുകൾ എപ്പോഴും പിന്നീടാണ് വരുന്നത്. ആളുകൾ പ്രപഞ്ചത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ ഉത്തരവുകൾ നൽകുന്നില്ല. ഏറ്റവും വലിയ കാര്യം, അവർ നേടാൻ ആഗ്രഹിക്കുന്ന ആ ജീവിതം അവർ ജീവിച്ചു തുടങ്ങുന്നില്ല എന്നതാണ്. ഇനി ഒരു ചെറിയ കഥ മനസ്സിലാക്കുക. ജീവിതത്തിൽ ഒരുപാട് പണം ആഗ്രഹിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ ദിവസവും പറയുമായിരുന്നു, ഹേ പ്രപഞ്ചമേ, എന്നെ സമ്പന്നനാക്കൂ. എന്നാൽ അയാളുടെ ഉള്ളിൽ എന്തായിരുന്നു നടന്നിരുന്നത്? ഭയം, ഇല്ലായ്മ, പിന്നെ ഇതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്ന വിശ്വാസവും. ഇനി പറയൂ, പ്രപഞ്ചം ഇതിൽ ഏതാണ് സത്യമായി കണക്കാക്കുക? അയാളുടെ വാക്കുകളെയോ അതോ അയാളുടെ അവസ്ഥയെയോ? ഓർക്കുക, പ്രപഞ്ചം വാക്കുകളെയല്ല, അവസ്ഥയാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അതാണ് നിങ്ങളുടെ ഉത്തരവ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകളല്ല, ജീവിതരീതിയാണ് മാറ്റേണ്ടത്. ഇവിടെ വളരെ ആഴത്തിലുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ജീവിക്കുക എന്നതിൻ്റെ അർത്ഥമെന്താണ്? നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണമില്ലെങ്കിലും നിങ്ങൾ സമ്പന്നനാണെന്ന് അഭിനയിക്കുക എന്നാണോ ഇതിനർത്ഥം? അല്ല. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി ജീവിക്കുന്ന അതേ ഊർജത്തിലേക്ക് നിങ്ങൾ മാറുക എന്നാണ് ഇതിനർത്ഥം. നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ പണത്തെ ബഹുമാനിക്കുന്ന ഒരാളുടെ ചിന്താഗതി ആദ്യം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക. തീരുമാനങ്ങൾ എടുക്കാൻ ഭയപ്പെടാത്ത, അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരാളുടെ ചിന്ത. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ ആദ്യം നിങ്ങളെത്തന്നെ നിങ്ങൾ പൂർണ്ണനായിരിക്കുന്ന ആ ഊർജത്തിലേക്ക് കൊണ്ടുപോകുക. അവിടെ നിങ്ങൾ ഒരു കുറവിലല്ല, മറിച്ച് പൂർണ്ണതയിലാണ് ജീവിക്കുന്നത്. കാരണം ഉള്ളിൽ ശൂന്യതയുള്ള ഒരാൾക്ക് പുറമേ ഒരിക്കലും പൂർണ്ണനാകാൻ കഴിയില്ല. ഇനി ഒരു ചോദ്യം വരുന്നു, യാതൊരു തെളിവുമില്ലാതെ എങ്ങനെ ജീവിക്കും? യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കുമ്പോൾ എല്ലാം ലഭിച്ചുവെന്ന് എങ്ങനെ വിശ്വസിക്കും? ഇതാണ് യഥാർത്ഥ കളി. ഇവിടെയാണ് നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. നോക്കൂ, എനിക്ക് വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? എല്ലാം ശരിയായി നടക്കുന്നു എന്നത് കാണുന്നതല്ല വിശ്വാസം. ഒന്നും ശരിയല്ല എന്ന് തോന്നുമ്പോഴും നിങ്ങളുടെ മനസ്സ് ഉലയാതിരിക്കുന്നതാണ് വിശ്വാസം. നിങ്ങളുടെ കീശ കാലിയായിരിക്കുമ്പോഴും ഉള്ളിൽ നിന്ന് സമ്പന്നത അനുഭവപ്പെടുന്നതാണ് വിശ്വാസം. ആർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തപ്പോഴും നിങ്ങളുടെ വഴിയിൽ ഉറച്ചു നിൽക്കുന്നതാണ് വിശ്വാസം. ഇത് അസാധ്യമാണ് എന്ന് ലോകം പറയുമ്പോഴും ചിരിച്ചുകൊണ്ട് എനിക്കല്ല എന്ന് പറയാൻ കഴിയുന്നതാണ് വിശ്വാസം. ഈ അവസ്ഥയിലാണ് പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ വഴങ്ങുന്നത്. കാരണം പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളല്ല, നിങ്ങളുടെ ധൈര്യമാണ്. ഇനി വളരെ ആഴത്തിലുള്ള മറ്റൊരു കാര്യം, മിക്ക ആളുകളും തെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അവർ 2 ദിവസം, 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ആ വികാരത്തിൽ ജീവിക്കും. പിന്നെ പെട്ടെന്ന് ചിന്തിക്കും, എന്താ ഒന്നും മാറാത്തത്? അവിടെ ആ കളി മുഴുവൻ അവസാനിക്കുന്നു. കാരണം നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിരുന്നില്ല. നിങ്ങൾ വെറുതെ ശ്രമിക്കുക മാത്രമായിരുന്നു. ജീവിക്കുന്നതും ശ്രമിക്കുന്നതും തമ്മിൽ അജഗജാന്തരമുണ്ട്. ശ്രമത്തിൽ ഭയമുണ്ട്, ജീവിക്കുന്നതിൽ വിശ്വാസമുണ്ട്. ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഫലം കാണാൻ ആഗ്രഹിക്കുന്നു, ജീവിക്കുമ്പോൾ നിങ്ങൾ ആ ഫലമായി മാറുന്നു. അതിനാൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകി തുടങ്ങണമെന്ന് നിങ്ങൾ സത്യമായും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു തീരുമാനമെടുക്കുക. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ, യാതൊരു തെളിവുമില്ലാതെ, യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജീവിതം നിങ്ങൾ ജീവിച്ചു തുടങ്ങുമെന്ന്. കാരണം ആരും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരില്ല, നിങ്ങൾ സ്വയം അതാകണം. നിങ്ങൾ ആ വ്യക്തിയായി മാറുമ്പോൾ തന്നെ പ്രപഞ്ചം പറയും, ഇപ്പോൾ ഇവൻ തയ്യാറാണ്, ഇവന് നൽകി തുടങ്ങുക. എന്നാൽ ഇപ്പോഴും ഏറ്റവും വലിയ ഒരു രഹസ്യം ബാക്കിയുണ്ട്. നിങ്ങളുടെ ഈ ജീവിതം ശരിക്കും പ്രപഞ്ചത്തിലെത്തുമോ അതോ വെറുമൊരു മിഥ്യയായി മാറുമോ എന്ന് തീരുമാനിക്കുന്ന ആ കാര്യം എന്താണ്? അപ്പോൾ ചോദ്യം ഇതാണ്, യാതൊരു തെളിവുമില്ലാതെ ആ ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആ ജീവിതം പ്രപഞ്ചത്തിലെത്തുന്നതെങ്ങനെയാണ്? ഭാവനയെ യാഥാർത്ഥ്യമാക്കുന്ന ആ അദൃശ്യമായ ചരട് എന്താണ്? ഇവിടെയാണ് ഏറ്റവും ആഴത്തിലുള്ള രഹസ്യം വരുന്നത്.
നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ സ്വത്വം, നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾ സ്വയം അങ്ങനെയാണെന്ന് വിശ്വസിച്ചുവോ, അതോ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ വ്യക്തിയായി തന്നെ തുടരുകയാണോ? കാരണം സത്യം വളരെ കഠിനമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഞാൻ ഇപ്പോഴും കഷ്ടപ്പെടുകയാണ്. എന്റെ കയ്യിലൊന്നുമില്ല. എനിക്കിനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് നിങ്ങൾ ദിവസം മുഴുവൻ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ 1000 തവണ പറഞ്ഞാലും ഞാൻ വിജയിയാണ്, ഞാൻ സമ്പന്നനാണ് എന്ന് പ്രപഞ്ചം നിങ്ങളുടേത് കേൾക്കില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ വാക്കുകളേക്കാൾ ശക്തി നിങ്ങളുടെ വ്യക്തിത്വത്തിനാണ്. ഇത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുക. നിങ്ങളൊരു വിത്ത് പാകുന്നു എന്ന് കരുതുക. അത് മുളച്ചോ എന്നറിയാൻ എല്ലാ ദിവസവും അത് കുഴിച്ചു നോക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ആ വിത്ത് ഒരിക്കലും ഒരു മരമാകില്ല, കാരണം അത് വളരാനുള്ള സമയം നിങ്ങൾ നൽകിയില്ല. ഇതുതന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യുന്നത്. നിങ്ങൾ ഒരു ദിവസം ആ ഊർജ്ജത്തിൽ ജീവിക്കുന്നു, പിറ്റേന്ന് സംശയത്തിലേക്ക് വീഴുന്നു, 3-ാം ദിവസം വീണ്ടും കുറച്ച് വിശ്വാസം, 4-ാം ദിവസം വീണ്ടും ഭയം, എന്നിട്ട് പറയും പ്രപഞ്ചം പ്രവർത്തിക്കുന്നില്ല എന്ന്. സത്യമെന്തെന്നാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വഴിയിലെ തടസ്സം. കാരണം പ്രപഞ്ചം സ്ഥിരതയെയാണ് തിരിച്ചറിയുന്നത്, അടിക്കടി മാറുന്ന ഊർജ്ജത്തെയല്ല. അപ്പോൾ ഇനി അടുത്ത നിയമം മനസ്സിലാക്കുക: സ്ഥിരത, തുടർച്ച. നിങ്ങൾ ഒരേ വ്യക്തിത്വത്തിൽ, ഒരേ വികാരത്തിൽ, ഒരേ വിശ്വാസത്തിൽ തുടർച്ചയായി ജീവിക്കണം. പുറത്ത് എന്തു തന്നെ സംഭവിച്ചാലും ഞാനൊരു വിജയകരമായ വ്യക്തിയാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആ തീരുമാനം എല്ലാ സാഹചര്യങ്ങളിലും കാണാൻ കഴിയണം. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു, എല്ലാം മാറണം. കാരണം വെറുതെ ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല, ആ ചിന്തയ്ക്കനുസരിച്ച് ജീവിക്കണം. ഇവിടെ വളരെ അപകടകരമായ ഒരു കെണി വരുന്നു. പുറമേ ഒന്ന് അഭിനയിച്ചാൽ മതി, എല്ലാം മാറിക്കൊള്ളും എന്ന് പലരും കരുതുന്നു. ഇല്ല, പ്രപഞ്ചത്തിന് അഭിനയം ആവശ്യമില്ല. അതിന് സത്യമാണ് വേണ്ടത്. നിങ്ങൾ ഉള്ളിൽ ഭയത്തിലായിരിക്കുകയും പുറമേ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്താൽ പ്രപഞ്ചം ഉള്ളിലെ അവസ്ഥയെ മാത്രമേ സത്യമായി കണക്കാക്കൂ. അതുകൊണ്ട് നിങ്ങൾ അഭിനയിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ മാറുകയാണ് വേണ്ടത്, ഉള്ളിൽ നിന്ന്. ഈ മാറ്റം എങ്ങനെ വരും? അനുഭവത്തിൽ നിന്നല്ല, തീരുമാനത്തിൽ നിന്നാണ് അത് വരുന്നത്. ഒരു ദിവസം ഇരുന്ന് നിങ്ങൾ ഇത് തീരുമാനിക്കണം: ഞാൻ ആകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി തന്നെയാണ് ഇപ്പോൾ ഞാൻ എന്ന്. പിന്നീട് ഓരോ ദിവസവും, ഓരോ നിമിഷവും ആ തീരുമാനത്തിൽ ജീവിക്കണം. ഇനി വളരെ ആഴത്തിലുള്ള മറ്റൊരു കാര്യം: നിങ്ങൾ ഈ മാറ്റം വരുത്തുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു അപരിചിതത്വം തോന്നും. നിങ്ങളുടെ മനസ്സ് പറയും, നീ നുണ പറയുകയാണ് എന്ന്. നിന്റെ കയ്യിൽ ഇപ്പോഴൊന്നുമില്ല, ഇതൊക്കെ വെറുതെയാണ് എന്ന്. കാരണം നിങ്ങളുടെ പഴയ മനസ്സ് അതിന്റെ പഴയ വ്യക്തിത്വത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കും. യഥാർത്ഥ യുദ്ധം നടക്കുന്നത് ഇവിടെയാണ്, പുറം ലോകത്തോടല്ല, നിങ്ങളുടെ സ്വന്തം ഉള്ളിൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾ വിജയിച്ചാൽ പ്രപഞ്ചം നിങ്ങളുടെ മുന്നിൽ തലകുനിക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ നിങ്ങൾ പരാജയപ്പെട്ടാൽ വീണ്ടും ആ പഴയ കഥ തന്നെ ആവർത്തിക്കും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തടയുമ്പോൾ, ഭയപ്പെടുത്തുമ്പോൾ അതിനോട് പോരാടരുത്. ഒരു കാര്യം മാത്രം പറയുക: എനിക്കറിയാം നീ പഴയതാണെന്ന്, എന്നാൽ ഇപ്പോൾ ഞാൻ പുതിയ ഒരാളാണ്. എന്നിട്ട് മുന്നോട്ടു പോവുക. ഇനി അവസാനത്തെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക: നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കും. അതെ, പരീക്ഷിക്കും. ഇവൻ ശരിക്കും മാറിയോ, അതോ ഇത് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ആവേശം മാത്രമാണോ എന്ന് പ്രപഞ്ചം നോക്കും. ആ പരീക്ഷണത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേരെ വിപരീതമായ ചില സാഹചര്യങ്ങൾ വരും. ഞാൻ സമ്പന്നനാണെന്ന് നിങ്ങൾ പറയും, അപ്പോൾ പെട്ടെന്ന് ചിലവുകൾ വർദ്ധിക്കും. ഞാൻ സന്തോഷവാനാണെന്ന് നിങ്ങൾ പറയും, പെട്ടെന്ന് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും സംഭവിക്കും. ഇവിടെയാണ് 99% ആളുകളും തോൽവി സമ്മതിക്കുന്നത്. അവർ പറയും, കണ്ടോ, ഇതൊന്നും വർക്കാകുന്നില്ല എന്ന്. എന്നാൽ ആ 1% ആളുകൾ ചിരിച്ചുകൊണ്ട് പറയും, ഇതൊരു പരീക്ഷണമാണ്, ഞാൻ അതിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന്. നിങ്ങളത് പറയുമ്പോൾ തന്നെ പ്രപഞ്ചത്തിന് മനസ്സിലാകും, ഇപ്പോൾ ഇയാൾ ഉറച്ചു നിൽക്കുകയാണ് എന്ന്. ഇനി ഇയാളെ ആർക്കും ഇളക്കാൻ കഴിയില്ല. അവിടെ നിന്നാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകി തുടങ്ങുന്നത്. പതുക്കെ, നിശബ്ദമായി, എന്നാൽ ആഴത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ജീവിതത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന അവസരങ്ങൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ, നിങ്ങൾ മുൻപ് ചിന്തിക്കുക മാത്രം ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങും. എന്നാൽ ഇപ്പോഴും അവസാനത്തെ ഒരു വാതിൽ ബാക്കിയുണ്ട്. ഈ താക്കോൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചോദിക്കേണ്ടി വരില്ല. പ്രപഞ്ചം സ്വയം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. അതെന്താണ്? ഇനി അവസാനത്തെ ചോദ്യം: ആ ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങുകയും വ്യക്തിത്വം മാറ്റുകയും സ്ഥിരത നിലനിർത്തുകയും എല്ലാ പരീക്ഷകളിലും വിജയിക്കുകയും ചെയ്താൽ പിന്നെ എന്താണുള്ളത്? പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുമെന്ന് തീരുമാനിക്കുന്ന ആ അവസാനത്തെ താക്കോൽ എന്താണ്? അതാണ് സമർപ്പണം, പൂർണ്ണമായ സമർപ്പണം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മിക്ക ആളുകളും പരാജയപ്പെടുന്നത് ഇവിടെയാണ്. അവർ ജീവിച്ചു തുടങ്ങുന്നു, വിശ്വാസവും ഉണ്ടാക്കുന്നു, എന്നാൽ ഉള്ളിലെവിടെയോ ഒരു ഭയം ഒളിഞ്ഞിരിപ്പുണ്ടാകും. ലഭിച്ചില്ലെങ്കിലോ? ഈ ഒരു വാക്ക് നിങ്ങളുടെ മുഴുവൻ ഉത്തരവിനെയും തകർക്കുന്നു. കാരണം സംശയമുള്ളിടത്ത് വിശ്വാസം അപൂർണമാണ്. വിശ്വാസം അപൂർണമായ സ്ഥലത്ത് പ്രപഞ്ചവും അപൂർണമായി മാത്രമേ നൽകുകയുള്ളൂ. സമർപ്പണം എന്നാൽ എന്താണ്?
ഇതിനർത്ഥം നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്നാണോ? എല്ലാം ഭാഗ്യത്തിന് വിടുക എന്നാണോ? അല്ല, നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നാണ് സമർപ്പണത്തിന്റെ അർത്ഥം. ഇനി റിസൾട്ടിനെ പിടിച്ചു തൂങ്ങരുത്. ഒരു കർഷകൻ വിത്ത് പാകുന്നു, വളമിടുന്നു, നനയ്ക്കുന്നു. എന്നാൽ എല്ലാ ദിവസവും പോയി ഇന്ന് തന്നെ ഫലം തരൂ എന്ന് അവൻ പറയില്ല. തന്റെ ജോലി വിതയ്ക്കുക എന്നതാണെന്ന് അവനറിയാം. ഇനി പ്രകൃതി അതിന്റെ ജോലി ചെയ്യും. ഇതേ നിയമം തന്നെയാണ് ഇവിടെയുമുള്ളത്. നിങ്ങൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ ആ ഊർജത്തിൽ ജീവിക്കുന്നു. നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ മാറ്റി. ഇനി എപ്പോൾ കിട്ടും? എങ്ങനെ കിട്ടും? എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കരുത്. കാരണം അങ്ങനെ ചോദിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പ്രപഞ്ചത്തോട് കാണിക്കുന്നത്. നിങ്ങൾ എന്താണോ ആവർത്തിച്ച് അനുഭവിക്കുന്നത് അതാണ് പ്രപഞ്ചം സത്യമായി കണക്കാക്കുന്നത്. അതിനാൽ ചോദിച്ചതിനു ശേഷം അത് വിട്ടുകളയുക എന്നതാണ് ഏറ്റവും ഉയർന്ന വിശ്വാസം. അതാണ് സമർപ്പണം. വളരെ ആഴത്തിലുള്ള ഒരു കാര്യം ഫലത്തെയല്ല, പ്രക്രിയയെ സ്നേഹിക്കുക എന്നതാണ് സമർപ്പണത്തിന്റെ യഥാർത്ഥ അർത്ഥം. നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയായി ജീവിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് എന്തെങ്കിലും വേണം എന്നതുകൊണ്ട് മാത്രമല്ല, അതാണിപ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യം എന്നതുകൊണ്ട്. നേടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ മാറുന്നതെങ്കിൽ അത് അത്യാഗ്രഹമാണ്. ആയിത്തീരാൻ വേണ്ടിയാണ് നിങ്ങൾ മാറുന്നതെങ്കിൽ അതാണ് യഥാർത്ഥ മാറ്റം. പ്രപഞ്ചം യഥാർത്ഥ മാറ്റത്തെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇവിടെ മറ്റൊരു രഹസ്യം കൂടി വെളിപ്പെടുന്നു. നിങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയൊന്നും ചോദിക്കേണ്ടതില്ലെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ ശാന്തനാകുന്നു. നിങ്ങൾക്ക് തിടുക്കമില്ല. നിങ്ങൾക്ക് പരിഭ്രാന്തിയില്ല. നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങും. അതെ, ഇപ്പോൾ നിങ്ങൾ അതിന്റെ പിന്നാലെ ഓടേണ്ടതില്ല. അത് സ്വയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. അവസരങ്ങൾ സ്വയം വാതിലിൽ മുട്ടും. ആളുകൾ സ്വയം നിങ്ങളെ സഹായിക്കാൻ വരും. വഴികൾ സ്വയം തുറക്കപ്പെടും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാകില്ല. കാരണം നിങ്ങൾ ചോദിക്കുന്നത് നിർത്തിക്കൊണ്ട് ആയിത്തീരാൻ തുടങ്ങി. ഇതാണ് യഥാർത്ഥ ശക്തി. ഇനി അവസാനിക്കുന്നതിന് മുൻപ് ഒരു അവസാന മുന്നറിയിപ്പ്. നിങ്ങളുടെ അഹങ്കാരത്തിനു വേണ്ടി മാത്രം ഒരിക്കലും ഈ ശക്തി ഉപയോഗിക്കരുത്. ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുക്കും, ഞാൻ ഏറ്റവും വലിയ ആളാകും എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങൾ വീണ്ടും ആ പഴയ കളിയിൽ തന്നെ കുടുങ്ങിപ്പോയെന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചത്തിന് അഹങ്കാരത്തിന്റെ ഭാഷ അറിയില്ല. അതിന് സ്നേഹത്തിന്റെയും വികാസത്തിന്റെയും ഐക്യത്തിന്റെയും ഭാഷ മാത്രമേ മനസ്സിലാകൂ. അതിനാൽ നിങ്ങൾ ആ പുതിയ ജീവിതം ജീവിക്കുമ്പോൾ അതിൽ ഒരു വികാരം കൂടി ഉറപ്പായും ചേർക്കുക. എനിക്ക് ലഭിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ലോകത്തെയും മികച്ചതാക്കും എന്ന്. ഈ ചിന്ത നിങ്ങളുടെ ഊർജത്തെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാകില്ല. അത് ഈ ലോകത്ത് മുഴുവൻ നല്ലത് വ്യാപിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമമായി മാറുന്നു. ഇനി കണ്ണുകൾ അടയ്ക്കുക. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ പതുക്കെ ആവർത്തിക്കുക. ഹേ പ്രപഞ്ചമേ, ഞാൻ ആഗ്രഹിക്കുന്ന ആ ജീവിതം ഞാനിപ്പോൾ ജീവിക്കുന്നു. യാതൊരു തെളിവുമില്ലാതെ, യാതൊരു ഭയവുമില്ലാതെ എന്റെ വ്യക്തിത്വം മാറിക്കഴിഞ്ഞു. എന്റെ വിശ്വാസം അടിയുറച്ചതാണ്. ഞാൻ പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നു. എനിക്കുള്ളത് എന്നിലേക്ക് വരുന്നു. ഞാൻ അതിന് അർഹനാണ്. ഇത് വെറും വാക്കുകളല്ല എന്ന് അനുഭവിക്കുക. ഇതാണ് നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യം. നിങ്ങൾക്കൊന്നും നേടാനില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്കതാകുക മാത്രമാണ് വേണ്ടത്. നിങ്ങൾ ആ വ്യക്തിയായി മാറുമ്പോൾ അത് നിങ്ങൾക്ക് നൽകാൻ പ്രപഞ്ചം ബാധ്യസ്ഥനാകും. ഈ യാത്രയിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ മാറ്റം അനുഭവപ്പെട്ടുവെങ്കിൽ അത് ഇവിടെ ഉപേക്ഷിക്കരുത്. ഇതൊരു ശീലമാക്കുക. ഇത് നിങ്ങളുടെ വ്യക്തിത്വമാക്കുക. എന്നിട്ട് കമന്റിൽ ഉറപ്പായും എഴുതുക, ഞാൻ ഇനി തെളിവുകൾക്കായി കാത്തിരിക്കുന്നില്ല. ഞാൻ ഇതിനകം അത് ആയിക്കഴിഞ്ഞു. കാരണം ഈ വാചകം വെറുമൊരു വാക്കല്ല. ഇത് നിങ്ങളുടെ ബോധമണ്ഡലത്തിലെ പുതിയൊരു തുടക്കമാണ്. നന്ദി സുഹൃത്തുക്കളെ.